ഹലോ, എല്ലാവർക്കും ഇപ്പൊ കോമൺ ആയിട്ട് കിട്ടുന്ന മീനാണല്ലേ നെത്തോലി. അപ്പൊ നെത്തോലി വെച്ചിട്ട് നെത്തോലി തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം, എന്നാൽ അമ്മ വയ്ക്കുന്ന രീതി നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. അമ്മ എപ്പോഴത്തെയും പോലെ നമുക്ക് കടുക് വറുക്കാം. കടുക് വറുത്തിട്ട് കറിവേപ്പിലയും മറ്റമുളകും പച്ചമുളകും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി സവാളയും ചേർക്കാം. ചെറിയ ഉള്ളി കുറച്ച് കൂടുതലും സവാള ഒരു പകുതിയും മതിയാട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാമേ. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി മുള്ളെല്ലാം എടുത്തു മാറ്റിയ നെത്തോലിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വെള്ളമൊക്കെ വറ്റി അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങയില് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒരു കഷ്ണം ഉള്ളിയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് തോരത്തിന് പരുവത്തിലൊന്ന് ഇതേ രീതിക്ക് ഒന്ന് അരച്ചെടുക്കാം. അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ഒരു 3-4 മിനിറ്റ് മാത്രം മൂടി വെച്ച് വേവിച്ചാൽ മതി. ഓൾറെഡി നെത്തോലി വെന്തതാണ്. ഇനി ഇതാ അടപ്പൊക്കെ മാറ്റിയതാ ഇതേ രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി എടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. സത്യം പറഞ്ഞ ചോറ് കഴിക്കി ഈ ഒരു ഒറ്റ തോരൻ മാത്രം മതി. പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട തോരനാണ് കേട്ടോ. ഇപ്പൊ എന്തായാലും നെത്തോലി സീസണൊക്കെ അല്ലേ, നെത്തോലി കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ. ടാറ്റാ ബേബി, സി യു.